ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകാൻ ഇനിയുള്ള രാജ്യങ്ങൾക്ക് ടോൾ കൊടുക്കേണ്ടി വരും എന്ന ഒരു സൂചന ഇറാൻ നൽകിയിരുന്നു. കാരണം ഹോർമൂസ് കടലിടുക്ക് തുറക്കുമ്പോൾ ഇറാൻ അതിൽ ടോൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ ഇറാൻ ഇതുവരെ ഉണ്ടായ നാശനഷ്ടങ്ങളെല്ലാം നികത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇറാന്റെ പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത്. ഇന്ത്യ അവിടെ ടോൾ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഈ ടോൾ എന്ന് പറയുന്നത് ചെറിയ തുകയല്ല, $2 മില്യൺ ടോളായി ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന വെടിനിർത്തലിന് ശേഷം ഇറാനും ഒമാനും ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന എണ്ണ ടാങ്കറുകൾക്കും കപ്പലുകൾക്കും ടോൾ നികുതി ചുമത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഓരോ ട്രാൻസിറ്റിനും ഓരോ റൗണ്ടിനും ഇറാൻ $2 മില്യൺ, ഏകദേശം 16 കോടിയിലധികം രൂപയാണ് ടോൾ പിരിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സൗഹൃദ രാജ്യമാണെങ്കിലും ഇന്ത്യ ഈ നികുതി നൽകേണ്ടി വരുമോ എന്ന ചോദ്യം ഇന്ത്യൻ സർക്കാരിനെതിരെ ഉയർന്നു വന്നു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ ഒരു പത്രസമ്മേളനത്തിൽ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി. ടോൾ നികുതി സംബന്ധിച്ച് ഇറാനും ഇന്ത്യയും തമ്മിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരമൊരു ഔദ്യോഗിക നികുതിയെക്കുറിച്ച് ഇന്ത്യക്ക് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നും മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോൾ ഈടാക്കാനുള്ള നിർദ്ദേശത്തിന് ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇറാനും ഒമാനും സംയുക്തമായി ഈ ഫീസ് ഈടാക്കും. ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ യുദ്ധാനന്തര രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനായി ഈ വരുമാനം ഉപയോഗിക്കും. യുദ്ധം കാരണം ഏകദേശം 6 ആഴ്ച അടച്ചിട്ടിരുന്ന ഹോർമൂസ് കടലിടുക്ക് വെള്ളിയാഴ്ച മുതൽ പരിമിതമായ രീതിയിൽ തുറക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും യുദ്ധകാലത്ത് പോലും ഇന്ത്യയെ സൗഹൃദ രാജ്യം എന്ന് വിളിച്ച ഇറാൻ തങ്ങളുടെ കപ്പലുകൾക്ക് കടന്നു പോകാൻ പ്രത്യേക അനുമതി നൽകിയിരുന്നു. അടുത്തിടെ ഇന്ത്യയുടെ ഗ്രീൻ ആശ LPGയുമായി സുരക്ഷിതമായി ഇന്ത്യയിലെത്തിയിരുന്നു. നേരത്തെ ശിവാലിക്, നന്ദാദേവി തുടങ്ങിയ കപ്പലുകളും ഇവിടെ വിജയകരമായി കടന്നുപോയിട്ടുണ്ട്. എന്നിരുന്നാലും പുതിയ നിയമപ്രകാരം ഇന്ത്യക്ക് ഇളവ് ലഭിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.